ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്രിസ്റ്റൽ ഡയറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സപ്ലൈസ് കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ഇതുപോലെ കുറച്ച് ക്യാൻവാസിൻ്റെ ബോക്സ് ആണ് കേട്ടോ. പിന്നെ കളർ പേപ്പേഴ്സ് ആണ്. ഇതെൻ്റെ കയ്യിൽ ഒരുപാടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഞാൻ യൂസ് ആക്കാറുണ്ട്. പിന്നെ ഇതുപോലത്തെ കുറച്ച് ടാപ്സ് ആണ് കേട്ടോ. നാനോ ടാപ്പ്, സെല്ലോ ടാപ്പ്, മാസ്കിംഗ് ടാപ്സ്, അങ്ങനത്തെ കുറച്ച് ടാപ്സ് ഒക്കെയാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള 2 സൈഡ് ടാപ്പും കൂടെയാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ സാറ്റിൻ റിബൺ ക്ലോത്ത്സ് വരുന്നത് ഓരോന്നൊക്കെയാണ്. പിന്നെ അതുപോലെ ടാപ്സ്, പിന്നെ ഒരു ത്രെഡ് ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഇതിൽ വരുന്നത്. പിന്നെ ഗ്ലൂ ആയിട്ട് നമുക്ക് ഗ്ലൂ ഗൺ ഉണ്ട് കേട്ടോ. ഗ്ലൂ ഗൺ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. അതായത് പെട്ടെന്ന് ഒട്ടാനൊക്കെ ആയിട്ട് നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് ഗ്ലൂ ഗൺ. അതിൻ്റെ സ്റ്റിക്കും ഉണ്ട്. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഫെവിക്കോൾ. ഈ 2 ഗ്ലൂ ഉള്ളൂ ഞാൻ യൂസ് ആക്കുന്നത്. പിന്നെ CD മാർക്കേഴ്സ്, മാർക്കർ, ജെൽ പെൻ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ്. പിന്നെ ഈ പെൻസിൽ കളേഴ്സ് കേട്ടോ, ഇത് ഞാൻ ഒരുപാട് യൂസ് ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് അങ്ങനത്തെ ഒരു കട്ടറാണ് കേട്ടോ. ഇത് കാർഡ്ബോർഡ് കട്ട് ചെയ്യാൻ ഞാൻ യൂസ് ആക്കാറുണ്ട്. പിന്നെ ഇതുപോലത്തെ കുറച്ച് പെയിന്റിങ് ബ്രഷസ് ആണ്. ഇതിൽ വലുത് ഞാൻ അങ്ങനെ ഇതുവരെ യൂസ് ആക്കിയിട്ടേ ഇല്ല. ചെറുതാണ് ഞാൻ അധികം യൂസ് ആക്കാറ്. പിന്നെ ഇതുപോലത്തെ പെയിന്റിങ് കളേഴ്സ് കേട്ടോ. ഇതിൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്. ഇതെങ്ങോ പണ്ടെങ്ങോ മേടിച്ച് വെച്ച കളറാണ് കേട്ടോ. പിന്നെ ആക്രിലിക് പെയിന്റ് ഉണ്ട് കേട്ടോ. ഇത് ഒരുപാടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. പെയിന്റിങ്ങിനൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഈ കളർ. പിന്നെ വാട്ടർ കളർ ട്യൂബ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുൾ ആയി തോന്നിയൊരു ഐറ്റം ആണിത്. അപ്പോൾ ഇതിൽ കുറേ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതിൽ 12 ഷെയ്ഡ്സ് ആണ് കേട്ടോ വരുന്നത്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് കേട്ടോ ഇത്. പിന്നെ വരുന്നത് കുറച്ച് ഗ്ലാസ് പെയിന്റ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ യൂസ് ആക്കാറില്ല, എന്നാലും മിററിലൊക്കെ ഞാൻ ചെയ്ത് നോക്കാൻ ഒരു ദിവസം യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഔട്ട്ലൈൻ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളറാണ്. പിന്നെ ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഓറഞ്ച്, യെല്ലോ, അങ്ങനെ പിങ്ക്, കുറച്ച് കളേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഹൈലൈറ്റർ ആണ് കേട്ടോ മെയിൻലി ആയിട്ട് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഓയിൽ പേസ്റ്റൽസിൻ്റെ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഫസ്റ്റത്താണ് കേട്ടോ ഇത്. പക്ഷെ എനിക്കിത് തീരെ ഇഷ്ടമല്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് തീരെ ബ്ലെൻഡ് ആവില്ല കേട്ടോ. ഇതിൽ 25+2 ഷെയ്ഡ്സ് ആണ് വരുന്നത്. എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഇത്. പിന്നെ ഞാൻ മേടിച്ചതാണ് ഈ ഒരു ഓയിൽ പേസ്റ്റൽസ്. ഇത് എനിക്ക് മോസ്റ്റ്ലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓയിൽ പേസ്റ്റലാണ്. കാരണം നല്ല ബ്ലെൻഡ് ആവും ചെയ്യും. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിൽ 25 ഷെയ്ഡ്സ് ആണ് വരുന്നത്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ആദ്യം മേടിച്ചായിരുന്നു. അത് ഒരുപാട് കഴിഞ്ഞുകൊണ്ട് ഞാൻ പുതിയതായിട്ട് മേടിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലത്തെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ കുറച്ച് നോട്ട്ബുക്സ് ഒക്കെ ഉണ്ടുള്ളത്. നമ്മളെ ജേണൽ ചെയ്യാനുള്ളൊരു നോട്ട്ബുക്കാണ് ഇത്. ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരുപാട് പേജസ് ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ കിടക്കുകയാണ്. ഡയറി ആയിട്ടായിട്ട് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ആണ്. ഒരു യെല്ലോ കളറിൽ വരുന്ന സ്റ്റിക്കി നോട്ട്സ് ആണ്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ ഓരോ കലാപരിപാടികളാണ്. പിന്നെ അതൊരു പുതിയതായിട്ടുള്ള ഒരു സ്റ്റിക്കി നോട്ട്സ് ആണ്. പിന്നെ ഈ ഒരു നോട്ട് എൻ്റെ കയ്യിൽ ഒരുപാടായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഫ്രണ്ട് പേജ് എനിക്ക് നല്ല ക്യൂട്ടായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നോട്ട്സ്. പിന്നെ ഇതുപോലെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് യൂസ് ആക്കാറുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു കളർ ബോൾസ് ആണ് കേട്ടോ. കളർഫുൾ ആയിട്ടുള്ള ഒരു ബോൾസ് ആണ്. പിന്നെ കുറച്ച് ജേണൽ സപ്ലൈസ് ഉണ്ട്. ഒരുപാടൊന്നുമില്ലെങ്കിലും അത്യാവശ്യത്തിന് ജേണൽ ചെയ്യാനുള്ള സപ്ലൈസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഇനിയുണ്ട്. പക്ഷെ ഞാനിതുപോലെ ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ പോസ്റ്റേഴ്സ്, വാൾപേപ്പേഴ്സ്, അങ്ങനെ കുറച്ചൊക്കെ ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ വാഷി ടാപ്സ് ഉണ്ട് അങ്ങനത്തെ. പിന്നെ കോട്ട് ചെയ്താലുള്ള അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ക്രാഫ്റ്റ് ഹോള്. അപ്പോൾ എൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സപ്ലൈസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അത്യാവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടമായി തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.